ഹലോ ഡിയേഴ്സ്, ഇന്ന് നമുക്ക് സോഫ്റ്റായിട്ട് എങ്ങനെ പുട്ടുണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് 1.5 ഗ്ലാസ് പുട്ട് പൊടി എടുത്തിട്ടുണ്ട്. അത് മട്ടയരി പൊടിപ്പിച്ചതാണ് കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ടേസ്റ്റ് മേക്കർ പറഞ്ഞാൽ കുറച്ച് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇതിന് ഞാൻ 3 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ നെയ്യ് ചേർക്കും. എല്ലാം കൂടി മിക്സ് ചെയ്യാം. 1.5 ഗ്ലാസ് പുട്ടുപൊടിക്ക് 1.5 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് നമുക്ക് 15 മിനിറ്റ് അടച്ച് വയ്ക്കാം. അപ്പോൾ 15 മിനിറ്റായി. നമുക്കിത് മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കാൻ തുടങ്ങാം. ഇതിലേക്ക് കുറച്ച് നമുക്ക് നാളികേരം ചേർക്കാം. എന്നിട്ട് നാളികേരം ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഹലോ ഡിയേഴ്സ്, ഞാൻ പുട്ടുണ്ടാക്കുന്നത് കുട്ടിയിലല്ല, ഇതിലാണ്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി തേങ്ങ ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഒരു ഫുള്ളായിട്ട് ഇതിൽ വയ്ക്കാം. തേങ്ങ ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലെ നിങ്ങൾ പുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? നമുക്കിതിലേക്ക് ഇല വയ്ക്കാം. ഇത് അടച്ച് വെച്ച് നമുക്ക് സ്റ്റീം ചെയ്യാം. ഇതുപോലെ ഒരെണ്ണം കൂടി ഉണ്ടാക്കാം കേട്ടോ. അറ്റ് ടൈം നമുക്ക് 2 ഇതിൽ വയ്ക്കാം. അപ്പോൾ ഇതിൽ മാത്രമേ വെച്ചിട്ടുള്ളൂ. ഒരു 10-20 മിനിറ്റിനകം ഇത് വന്ന് കിട്ടും. അപ്പോൾ കാണാം. ഇപ്പോൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുട്ട് ഒരേ സമയത്ത് നമുക്ക് ഇത്രയും പുട്ട് ഉണ്ടാക്കാൻ പറ്റും.